സിനിമയിൽ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭൂലോകത്തിന്റെ സ്പന്ദനം തന്നെ ഗണിതശാസ്ത്രമാണ് എന്ന്. ഒരുപക്ഷെ സ്പന്ദിക്കുന്ന ഹൃദയങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ഒരു കൊച്ചുമിടുക്കന്റെ അത്ഭുത പ്രകടനം കാണാൻ വേണ്ടി. പലപ്പോഴും പ്രതിഭയുടെ മിന്നലാട്ടമുള്ള താരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഹൃദയത്തിൽ പ്രതിഭയുടെ ദൈവസ്പർശമുള്ള മറ്റൊരാളെ കൂടി നമ്മൾ കാണാൻ പോകുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വെള്ളം വീഞ്ഞാക്കുന്നവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ ദൈവമെന്ന് വിളിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി സൃഷ്ടിക്കുന്നവനെ നമ്മൾ ദൈവമെന്ന് വിളിക്കും. ഒരുപക്ഷെ നമുക്ക് അത്ഭുതമായ പല കാര്യങ്ങളും ചെയ്യുന്നവരെ നമ്മൾ വിളിക്കും. സർക്കസ് കൂടാരത്തിലെ നിത്യ കത്തിയേറുകാരനെയും നമ്മളൊരു അഭ്യാസിയാണെന്ന് വിളിക്കും. പക്ഷേ ഇവിടെ അർഷിദിനെ നിങ്ങൾ എന്തു വിളിക്കും എന്നറിയില്ല. ഒരുപക്ഷെ ഗണിതശാസ്ത്രത്തിന്റെ ഒരു അത്ഭുത പ്രപഞ്ചമാണ് അർഷിദ് നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ അർഷിദ്, ഞെട്ടിക്കോ ഞങ്ങളെ? ഉറപ്പാണ്? കോൺഫിഡന്റ് ആണ് ഞങ്ങളെ ഞെട്ടിക്കും എന്നുള്ളത്? യെസ്. അർഷിദ് ഇവിടെ കാണിക്കാൻ പോകുന്ന ടാലന്റ് ഒരു കമ്പ്യൂട്ടിംഗ് സ്കില്ലാണ്, ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല്. കണക്കിഷ്ടമാണ്? എത്ര മാർക്ക് ഉണ്ട് കണക്കിന്? ഫുൾ മാർക്സ്. ഇതുവരെ ഫുൾ മാർക്ക് ഇല്ലാതെ ഏതെങ്കിലും ക്ലാസ് പാസ്സായിട്ടുണ്ടോ കണക്കിൽ? 1ാം ക്ലാസ് മുതൽ 6 ക്ലാസ് വരെ എത്തുന്നതിനിടയിൽ ഗണിതശാസ്ത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് 100-ൽ താഴെ മാർക്ക് വാങ്ങിച്ചത്. ബാക്കി എല്ലാ തവണയും 100 മാർക്കായിരുന്നു. സോ ഇവിടെ നമുക്ക് മിസ്റ്റേക്സിന്റെ പ്രസക്തി ഇല്ലെന്നറിയാമല്ലോ. അങ്ങയുടെ സ്കില്ലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പത്രങ്ങളിലൂടെ വായിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ റണ്ണറപ്പാണ് താങ്കൾ, നാഷണൽ ചാമ്പ്യൻ ആണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലേ? നാഷണൽ ചാമ്പ്യൻ ഇൻ കമ്പ്യൂട്ടിംഗ്. സോ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ മത്സരത്തിൽ നമുക്ക് ഇദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വേണ്ടി മറ്റുള്ളവർ നമ്മളോടൊപ്പമില്ല. അതായത് ഈ മത്സരത്തിൽ ഇദ്ദേഹം തന്നെ അജയ്യനാണ് എന്ന് തെളിയിക്കാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ഇദ്ദേഹത്തോട് മത്സരിക്കാൻ ഇല്ലാത്തതുകൊണ്ട്, ഇദ്ദേഹത്തിന്റെ പ്രതിഭയോട് കിടപിടിക്കാൻ മറ്റുള്ളവരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം മെഷീനെ ഇദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വിടുകയാണ്. ഒരുപക്ഷെ ഒരു കുട്ടിയെ ഒരു മെഷീനോടൊപ്പം മത്സരിപ്പിക്കുക എന്നൊരു ക്രൂരമായ